ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ട്രാവലിംഗ് ഇഷ്ടമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മൈസൂരിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലേസസിനെ കുറിച്ചാണ്. മൈസൂരിൽ ഞങ്ങൾ പോയത് കാറിലാണ് കേട്ടോ. നമുക്ക് ചിലവ് കുറച്ച് ബസ്സിനോ നമുക്ക് ട്രെയിനിനോ നമുക്ക് മൈസൂരിലേക്ക് എത്താം. വഴിയരികിൽ കുറേ അധികം കാഴ്ചകളുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ കുറേ വെജിറ്റബിൾ ആൻഡ് ഫ്ലവർ തോട്ടങ്ങളുണ്ട്, നാച്ചുറലായിട്ടുള്ള കുറേ ഹിൽസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് നമുക്ക് മൈസൂരിലേക്ക് പോകാം. വളരെ ചിലവ് ചുരുക്കി നമുക്ക് സേഫായിട്ട് പോയിട്ട് വരാം. ഫസ്റ്റ് ഞങ്ങൾ പോയത് മൈസൂർ അക്വേറിയത്തിലേക്കാണ് കേട്ടോ. ഇതൊരു അണ്ടർ വാട്ടർ അക്വേറിയമാണ്. ഇവിടെ വളരെ അധികം ഫിഷുകളുണ്ട് നമുക്ക് കാണാനായിട്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കുറേ ഫിഷ് നമ്മളുടെ ചുറ്റിനും ഇങ്ങനെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. പലതരത്തിലുള്ള വൈവിധ്യമാർന്ന കുറേ മത്സ്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇതെല്ലാം ഇങ്ങനെ നമ്മളുടെ തലയുടെ മേളിൽ കൂടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ലൊരു അനുഭവമാണ് നമുക്കിതിനകത്ത് കയറിയാൽ. ഇതിനിടയ്ക്ക് ഞാനിങ്ങനെ ഇതിനുള്ളിലൂടെ നടന്നപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലാണ്ട് വേറെ പല സ്ഥലങ്ങളിൽ നിന്നും കുറേ ആൾക്കാർ ഇത് കാണാനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം രാവിലെ 9 തൊട്ട് വൈകിട്ട് ഒരു 6-7 മണി വരെ നമുക്ക് കയറി വിസിറ്റ് ചെയ്ത് എല്ലാം കണ്ടു പോകാനായിട്ട് സാധിക്കും. ഈ വലിയ മീനുകൾ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു മീനുകൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിതിനകത്ത് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെ വളരെ വിസ്തീർണമായ ഒരു അക്വേറിയമാണ്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് നീരാളി അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തിൽ ജീവിക്കുന്ന വേറെ ജന്തുക്കളും ഒക്കെ കാണാൻ പറ്റും. ഇത് മെർമെയ്ഡൊന്നും അല്ല കേട്ടോ. ഇതിനകം ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിക്കുന്ന ഇതിൻ്റെ തൊഴിലാളികളാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. ഒരുപാട് തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത തന്നെ പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ നല്ല ക്ലിയർ വാട്ടറിൽ ഇങ്ങനെ ഫ്ലോട്ടായി നമ്മളുടെ തലയുടെ മേളിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ ഫിൽറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ചുറ്റും ഒരുപാട് നടന്ന് കാണാനായിട്ടുള്ള സംവിധാനമുണ്ട് ഇതിനകത്ത് തന്നെ. അതുപോലെ തന്നെ കടലാമകൾ, പലതരത്തിലുള്ള കടലാമകൾ, പല കളറിലുള്ള ഫിഷ്, മത്സ്യത്തിൻ്റെ പലതരത്തിലുള്ള ഇത് ഒക്കെ വെറൈറ്റീസ് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പെതുക്കി ഇതിനകത്തൂടെ നടന്നു പോയി. അങ്ങനെ ഞങ്ങൾ ഇതിനകത്തേക്ക് നടന്നു പോകുന്ന വഴിക്ക് തന്നെ എക്സിറ്റായി പോകുമ്പോൾ നമുക്ക് കുറേ അക്വേറിയങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അക്വേറിയത്തിനകത്ത് തന്നെ ചില ചെറിയ തരത്തിലുള്ള മീനുകളെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതും പല തരത്തിലുള്ള കളർഫുൾ മീനുകൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു തടാകം മാതിരിയുള്ളതാണ് കേട്ടോ. തടാകത്തിനകത്ത് ഇവർ മീനിനെ സൂക്ഷിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ ഫിഷിൻ്റെ ഫുഡൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം നോക്കി നടത്താനായിട്ട് കുറേ ആൾക്കാർ അതിനകത്ത് തന്നെ ഉണ്ട്. അവർ നമുക്ക് ഗൈഡായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ നല്ല ഇതായിട്ടുള്ള ചിറകുകളുള്ള പലതരത്തിലുള്ള ഫിഷുകളാണ്. ഇതിനെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിനൊക്കെ പ്രത്യേകമായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേവ് മാതിരിയുള്ള ഒരു സംവിധാനമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഈ കടലിനുള്ളിൽ മത്സ്യങ്ങൾ ഫ്ലോട്ടായി പോകുന്നത് പോലെ തന്നെയുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ കണ്ടോ, വളരെ വ്യാപ്തിയിൽ നല്ല സ്പേസിൽ അവർ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നതാണ് ദാണ്ട് ഈ കുഞ്ഞു മത്സ്യങ്ങളെ. ഇത് നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് മൈസൂർ സൂവിലേക്കാണ്. ഓക്കെ, മൈസൂർ സൂ എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സൂ ആണ്. വളരെയധികം ഏക്കർ വിസ്തീർണത്തിൽ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സൂ ആണിത്. ഇവിടെ പല തരത്തിലുള്ള ആനിമൽസ് അതുപോലെ തന്നെ ബേർഡ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് നടന്നു പോകാം. അതെല്ലാം നമുക്ക് നടക്കാൻ പ്രശ്നമുള്ള ആൾക്കാർക്ക് അവർ ചെറിയ ചെറിയ വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെ പോയി നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയും ഓപ്പണിംഗ് സമയം രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് പോയാൽ നമുക്ക് പലതരത്തിലുള്ള ആനിമൽസിനെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഒരുപാട് കടുവകൾ, അതുപോലെ തന്നെ പുലികൾ, സിംഹം, കുരങ്ങൻ, അതുപോലെ തന്നെ കുറേയധികം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പക്ഷികൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ലൈവായിട്ട് അവിടെ ചെന്നപ്പോൾ കണ്ടതാണ്. പുലി, ചീറ്റപ്പുലി, കടുവ, ഇതിനെല്ലാം ഞങ്ങൾ അവിടെ ചെന്ന് ലൈവായിട്ട് കണ്ടു. നമുക്ക് ഇതിനെല്ലാം സേഫായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ചെറിയ വേലിക്കുള്ളിലാണ്. അപ്പം നമുക്ക് ആ വേലിയുടെ അവിടെ നിന്നിട്ട് നമുക്ക് ലൈവായിട്ട് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട്
അപ്പോൾ മൈസൂരിലെ തന്നെ ഏറ്റവും മസ്റ്റ് വിസിറ്റ് ആയിട്ടൊരു പ്ലേസാണ് ഇത്, മൈസൂർ സൂ. അതിനുശേഷം ഞങ്ങൾ പോയത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയ ഡാം അടക്കം ഉള്ള ഒരു ഗാർഡനാണ് വൃന്ദാവൻ ഗാർഡൻ. നമ്മൾ കയറി ചെല്ലുമ്പം കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇതുപോലെ തന്നെ വന്ന് ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ നനച്ചിട്ട് ഒഴുകി പോകുന്ന ഒരു രംഗമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ വാട്ടർ ഡാമിൻ്റെ ആ ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ അപ്പിയറൻസ് ആണിത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. നമുക്കിതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കതിൻ്റെ അടുത്ത് തന്നെ കുറേ പുൽമേടുകളുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് ഫുഡ് എൻജോയ് ചെയ്യേണ്ടവർക്ക് ഫുഡ് എൻജോയ് ചെയ്യാം. അങ്ങനെ കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ രാത്രിയിൽ വാട്ടർ ഡാൻസ് ഉണ്ട്. ഇത് കാണാനായിട്ട് പല ഇടങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ വാട്ടർ ഡാൻസ് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇതും നമ്മൾ മൈസൂരിൽ തന്നെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇതും രാവിലെ 9 മണി തൊട്ട് ഓപ്പണിംഗ് ആണ്. രാത്രി 8 മണി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പോയി ഇത് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ഇറങ്ങി വരാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാം, സ്നാക്സ് കഴിക്കാം, ജ്യൂസസ് കഴിക്കാം. അതുപോലെ തന്നെ ഇതിനോട്ട് കയറുന്നതിൻ്റെ അരികിൽ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഐറ്റംസ്, ഫാൻസി ഐറ്റംസോ ഷൂസോ അങ്ങനെയൊക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് ഇറങ്ങി വരാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു വലിയ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. നമ്മൾ വണ്ടിയിലാണ് പോകണം, നമുക്ക് അവിടെ പാർക്ക് ചെയ്തിടാം. എൻട്രി ഫീസ് ഉണ്ട് ഇതിനകത്തോട്ട് കയറുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ആയിട്ട് നമ്മൾ പോയി. ഇതിൻ്റെ ഈ ഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി കാണാനുള്ള കുറേ ഗാർഡൻസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാർഡൻസിൻ്റെ ഏരിയയുമുണ്ട്. സോ മൈസൂർ പോകുമ്പോൾ നമ്മൾ ഈ ഒരു വൃന്ദാവൻ ഗാർഡൻ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഇതിൻ്റെ പലതരത്തിലുള്ള ഗാർഡൻ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഏരിയയിലെല്ലാം ഗാർഡൻ, അതുപോലെ പുൽമേടുകളുണ്ട്. നമുക്ക് ഈ പുൽമേടുകളിലൊക്കെ ഇരിക്കാം, റെസ്റ്റ് എടുക്കാം, എൻജോയ് ചെയ്യാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് വീഡിയോസ്, റീൽസ് ഒക്കെ എടുക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് പ്ലേസാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് മൈസൂർ പാലസ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ മൈസൂർ പാലസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാലസാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഈ മൈസൂർ പാലസും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.